തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനത്തിൽ PV അൻവറുമായി ഇന്ന് കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തലയുമാണ് ചർച്ച നടത്തുക. അൻവറിന്റെ ആവശ്യപ്രകാരമാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ തൃണമൂൽ കോൺഗ്രസിനെ UDFിൽ എടുക്കണം എന്നാണ് അൻവറിന്റെ ആവശ്യം. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിൽ UDF പ്രവേശനത്തിന് തടസ്സങ്ങൾ ഉണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം ഇന്ന് അൻവറിനെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. അൻവറിന് കേരള പാർട്ടി രൂപീകരിച്ചുകൊണ്ട് UDFിൽ പ്രവേശിക്കാം എന്ന ബദൽ നിർദ്ദേശമാകും കോൺഗ്രസ് ഒരുപക്ഷെ മുന്നോട്ട് വയ്ക്കാൻ സാധ്യത. അൻവർ UDFിന് പുറത്തുനിന്ന് സഹകരിക്കുക എന്ന ഉപാധിയും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് എന്ന നിലയിൽ തന്നെ UDFിൽ പ്രവേശിക്കണമെന്ന ആവശ്യത്തിൽ അൻവർ ഉറച്ചു തന്നെ നിൽക്കും. അങ്ങനെയെങ്കിൽ ചർച്ചകൾ തുടരാമെന്ന ധാരണയിൽ ഇന്നത്തെ കൂടിക്കാഴ്ച അവസാനിക്കാനാണ് സാധ്യത. അൻവറിനെ UDFിൽ ഉൾപ്പെടുത്തുന്നതിൽ ഘടകകക്ഷികൾക്കും ആശങ്കകളേറെയാണ്. പുറമേ നിന്നുള്ള സഹകരണം എന്ന ഉപാധിയാണ് ഘടകകക്ഷികളിൽ പലർക്കും താല്പര്യം. PV അൻവറിന്റെ UDF പ്രവേശന മോഹത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പച്ചക്കൊടിയുണ്ട് എന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതിന് തടസ്സമില്ല എന്നതാണ് ഹൈക്കമാൻഡ് കേരള നേതൃത്വത്തെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ബംഗാളിൽ തൃണമൂലിനെതിരെ അരയും തലയും മുറുക്കി കോൺഗ്രസ് രംഗത്തുള്ളപ്പോഴാണ് കേരളവുമായി ബന്ധപ്പെട്ട് മറ്റൊരു തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നത്. പ്രാദേശിക സഖ്യങ്ങൾക്ക് ദേശീയ നിലപാട് ബാധകമല്ല എന്നതാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട്. മതേതര പാർട്ടികളെ ചേർത്ത് നിർത്തുന്നതിൽ തെറ്റില്ല എന്നും ഹൈക്കമാൻഡ് വിലയിരുത്തുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന പശ്ചാത്തലത്തിലാണ് മുന്നണി പ്രവേശനം വേഗത്തിലാക്കുന്നത്. ഏപ്രിൽ 24-ന് കോൺഗ്രസ് നേതാക്കൾ PV അൻവറുമായി ചർച്ച നടത്തുമെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ നടക്കുന്ന ചർച്ചയിൽ മുന്നണി പ്രവേശനത്തിലെ നിർണായക തീരുമാനം ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ PV അൻവർ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായി നേതാക്കളെ കാണാനായി കാത്തുനിൽക്കുന്നു എന്ന വിവരവും പുറത്തു വന്നിരുന്നു. അതേസമയം തന്നെ നിലമ്പൂരിൽ LDFിന്റെ സ്ഥാനാർത്ഥിയായി DYFIയുടെ ജില്ലാ പ്രസിഡന്റായ P ഷബീർ വന്നേക്കുമെന്നാണ് സൂചന. നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള യുവ നേതാവായതും ചെറുപ്പക്കാരനായതും ഷബീറിന് അനുകൂല ഘടകങ്ങൾ തന്നെയാണ്. VS ജോയിയാണ് UDF സ്ഥാനാർത്ഥിയെങ്കിൽ ഷബീറിനെ LDF ഉറപ്പായി മത്സരിപ്പിച്ചേക്കും. സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി അനുമതിയോടുകൂടി തന്നെ മാത്രമേ ഈ തീരുമാനം അന്തിമമാവുകയുള്ളൂ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അറിയപ്പെടുന്നത് പിണറായി വിജയനും PV അൻവറും തമ്മിലുള്ള പോരാട്ടമെന്നാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും അൻവറിനെ തോൽപ്പിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. പക്ഷേ അതേസമയം തന്നെ അതേ അൻവറിനെ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ UDFിന് ഒട്ടേറെ നേട്ടങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും UDF പാളയത്തിലുമുണ്ട്. സ്വാഭാവികമായും അൻവറും തൃണമൂൽ കോൺഗ്രസും UDF പ്രവേശനം നടത്തുന്നതിൽ മുസ്ലിം ലീഗിനും വലിയ തോതിൽ ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്ക അറിയിച്ചുകൊണ്ട് മുസ്ലിം ലീഗും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നതാണ്. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് അൻവറിന്റെ ഈ പോക്ക് അത് ഒരർത്ഥത്തിൽ കോൺഗ്രസിന് അഥവാ UDFിന് ഒരുപക്ഷെ വെല്ലുവിളിയാക്കാനുള്ള സാധ്യതയുണ്ട് എന്നും അൻവറിന്റെ പഴയകാല ചരിത്രം കൂടി പരിശോധിക്കണമെന്നും ആവശ്യപ്പെടുന്ന ഒട്ടേറെ നേതാക്കളും ചില ഘടകകക്ഷികളും UDFിൽ തന്നെയുണ്ട്. എന്നാൽ അതേസമയം അൻവറിനെ ഇപ്പോൾ UDF സ്വീകരിച്ചില്ല എങ്കിൽ PV അൻവറിനെ സംബന്ധിച്ച് അത് കനത്ത തിരിച്ചടി തന്നെയായിരിക്കും. അൻവർ ഒരുപക്ഷെ ഇടത് പാളയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം അവസാന കച്ചിത്തുരുമ്പായാണ് തൃണമൂൽ കോൺഗ്രസുമായുള്ള ഈ ലയനത്തിലെത്തിയിരിക്കുന്നത്. അതേ തൃണമൂൽ കോൺഗ്രസിന് ഒരുപക്ഷെ UDFിൽ പ്രവേശനം നിഷേധിച്ചു കഴിഞ്ഞാൽ അൻവറിന് അത് വലിയ തിരിച്ചടി തന്നെയാകും. ഒരുപക്ഷെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാനുള്ള സാധ്യതയുമുണ്ട്. അൻവർ എന്ന ഒരൊറ്റ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് ഒരർത്ഥത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇത്ര കണ്ട് തന്നെ സംസ്ഥാന തലത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും വലിയ പ്രാധാന്യം നേടിയത്. ഇതേ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തരംഗം തന്നെയായിരിക്കും ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേടിയെടുക്കുക എന്ന മറ്റൊരു അർത്ഥം കൂടി ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ട് എന്നുള്ളതാണ്. അതേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അലയലുകൾ തന്നെയായിരിക്കും ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാൻ സാധ്യത എന്നതും മറ്റൊരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യം ഏറെ തന്നെയാണ്. പ്രത്യേകിച്ചും അൻവറിന്റെ UDF പ്രവേശനത്തിനാണെങ്കിലും അൻവർ UDFിൽ പ്രവേശിക്കുന്നില്ല എങ്കിൽ അൻവറിന്റെ പിന്തുണ UDFിന് ലഭിക്കുമോ എന്ന കാര്യത്തിലെല്ലാം തന്നെ ഇത്ര കണ്ട് ആശങ്ക നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്.